ഇങ്ങനും കിട്ടിയില്ല. ഓക്കെ, ഡ്രസ്സ് മേടിക്കണേ. ഹലോ ഹലോ, എല്ലാവർക്കും എന്തോ പറഞ്ഞേ സ്വാഗതമാണ് കേട്ടോ. ഇന്നൊരു കിട്ടില്ല നമ്മളെപ്പം കിടിലം വീഡിയോ സംഭവമാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ശുഭാരംഭം അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറയാം. ഒരു സംഭവത്തിന്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്നാന്നുള്ളതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകാന്ന് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വൃത്തിക്ക് വെടിപ്പോടുകൂടി അത് കാണിച്ചു തരാം അല്ലേ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ അല്ലേ. എന്നാന്ന് ഒരു ടെൻഷൻ പുതിയ തുടങ്ങുന്നതിന് ടെൻഷൻ അല്ലേ. ടെൻഷൻ വേണ്ട. ഇത് നമ്മളെ വീഡിയോഗ്രാഫർ വിഷ്ണു കൊട്ടാരക്കര. എൻ്റെ കൈ മുന്ന് കിട്ടിയാന്ന് ഇതിൻ്റെ കറക്റ്റ് ഫുള്ള് പറഞ്ഞു, ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തോ വേഗം. വിഷ്ണു ഫോട്ടോഗ്രാഫി അനക്കങ്ങനെ ഐഡിയ അപ്പോൾ വിഷ്ണു ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇവനാണ് ഇന്ന് നിങ്ങൾ നാളെ കാണാൻ പോകുന്ന വീഡിയോൻ്റെയും പുറകിലുള്ള ആള്. അപ്പോൾ ഏതായാലും നമ്മളിവിടുന്ന് ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം പില്ലങ്കേരി പ്രകൃതി മനോഹരമായൊരു സ്ഥലത്ത് വന്നിട്ടുള്ള ആയുർവേദ റിസോർട്ടാണ് ഞാൻ കാണിച്ചത്. നമ്മൾ ഈ അടുത്ത കാലത്തുള്ള എല്ലാ ഷൂട്ടും നമ്മൾ ഇടുന്ന തന്നെയാണ് ഏകദേശം. ഇതങ്ങനെ ഫ്രീ ആന്ന് പറയുമോ. അപ്പോൾ നമ്മൾ നൈസിൽ ഇവിടെ വന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇടുന്നെങ്കിലായിട്ട് എടുത്തിട്ട് പോക്കാന്ന് വീഡിയോസും ഫോട്ടോസെല്ലാം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് ഇത്. എന്താ പിന്നെ ഇത് ഷൂട്ടിന് ഉള്ള സ്ഥലമല്ല. നമ്മൾ ഒരു ബന്ധത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന കേട്ടോ. ഇത് ഓൾറെഡി ഇവിടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ആ സൗണ്ട് ആക്കാതെ നമ്മളൊരു സൈഡിൽ നിന്ന് എടുക്കുന്നതാണ്. പില്ലങ്കേരിയിൽ പെരിങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇത് വരുന്നത്. ഈ ആയുർവേദമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ചോദിച്ചു കേട്ടോ. അധികം ഫോറിൻസാണ് ഇവിടെ വരുത്ത്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരും കുറച്ച് ആൾക്കാരുണ്ട് തോന്നുന്നു, ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഹായ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു നമ്മൾ കുറച്ച് കാലം മുമ്പ് യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് തുടങ്ങിയത് അല്ലേ. അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത ചുവടുവെപ്പുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതും നമ്മുടെ ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആകുന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഏറ്റവും കൂടുതൽ കുറേ കാലമായി ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടന്ന് അപ്പോൾ അതിലേക്കുള്ള ഒരു ചുവടുവെപ്പിൻ്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ അങ്ങനെ നമ്മൾ കുറേ കാലമായി ആഗ്രഹിച്ച ഒരു ബ്രാൻഡ് ഇന്നിവിടെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിമും ബ്രാൻഡും നമ്മൾ ഇന്നിവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇതാ ഇവിടെ ഇൻഡോർ എന്ന് തന്നെ പറയാം അല്ലേ. ഇത് ഇൻഡോർ ആയിട്ട് വരും. അതൊരു ഏകദേശം ഇൻഡോർ ആയിട്ട് തന്നെ വരും. നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ സെറ്റ് ആകുന്ന ഒരു സ്ഥലം തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. ചെറിയൊരു മഴയുണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പുറത്തുനിന്ന് തന്നെ എടുക്കാം. നിങ്ങൾക്ക് ആ പേര് കാണാൻ തിരക്കില്ല, ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണേ. അപ്പോൾ എന്താണ് നമ്മളെ ബ്രാൻഡ് എന്നുള്ളത് ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ നമ്മളില്ല. ഇല്ല എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം ഇപ്പോൾ പറയാട്ടോ. പേര് കാണിക്കുന്നതിൻ്റെ ഒപ്പം പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇനിയിപ്പോൾ ഇവളെല്ലാം ഐഡിയ ആണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. അപ്പോൾ ദേശം എല്ലാം ഓക്കെ അല്ലേ. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കലാന്ന് പേര് കാണാൻ വേണ്ടിയിട്ട്. ആരും കണ്ടില്ല, ഇവർ കണ്ടിന്. നിങ്ങൾക്കറിയാം പേര് ഇല്ലല്ലോ. ഇതാ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചെക്കനാണ് ഇതെല്ലാം സെറ്റാക്കി തന്നെ. ഇതിൻ്റെ ഉള്ളിൽ പേര് എല്ലാം സെറ്റായി നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ബ്രാൻഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എല്ലാവരും കാണാനുള്ള. അപ്പോൾ ഓണല്ലേ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പേര് കാണാൻ വേണ്ടി. ഇതിൽ പേര് അറിയാത്തവരുണ്ട്, ബ്രാൻഡ് നെയിം അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ഇറങ്ങിയിട്ട് ഫുൾ ഒച്ചപ്പാടലാക്കാം കേട്ടോ. ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും ഇപ്പം ഞാനല്ലേ. അതങ്ങനെ ഞാൻ ഒരു സാധനമില്ല ഈടുന്ന് ഒച്ചയാക്കുന്ന മാത്രമല്ല, ഒരു പുതിയ ബ്രാൻഡ് നമ്മളിപ്പം ബിസിനസ് അതിൻ്റെതായ ഡിസിപ്ലിൻ അതാണ് കേട്ടോ. ഈടുന്ന് ഇറങ്ങിയ പാടി ഞാൻ പിന്നെ കച്ചറയായി. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ നമുക്ക് ഓപ്പൺ ആക്കാം അല്ലേ. നമ്മുടെ ബ്രാൻഡ് നെയിം സൈറോസ. നമ്മളിത് മെയിനായിട്ട് സൈറോസ ഒരു ക്ലോത്തിങ് ബ്രാൻഡായിട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. മെയിനായിട്ട് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ബോയ്സിൻ്റെ അൻവീനി എച്ചൂട്ടനെല്ലാം കൊണ്ട് നമ്മൾ ഷോപ്പിലേക്ക് പോയ സമയത്ത് കുറച്ചായിട്ട് അങ്ങനെ വന്നൊരു തോട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിലേക്ക് എത്തിയത്. ഇങ്ങനെയൊരു നമുക്കൊരു ഐഡിയ വന്നതും. അപ്പം നമ്മളെ മെയിൻ മോഡൽസ് എന്ന് പറയുന്നത് ഇവർ രണ്ടാളും തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് ഇനി മുമ്പോട്ടുള്ള വീഡിയോനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും.
ഇനിയെല്ലാം നിങ്ങളെ കൈമിലാണ്. ടിക്ടോക്ക് തൊട്ട് ഇങ്ങോട്ട് ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങളൊരു സപ്പോർട്ട് ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊരു തുടക്കത്തിലേക്കും കൂടി അടുത്ത ചുവട് വെച്ചത്. സൈറോസ എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡ് നമ്മൾ കിഡ്സിന്, അതായത് മെയിനായിട്ട് ബോയ്സിന് തന്നെ നമ്മൾ മെയിനായിട്ട് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അൻവി ആയാലും എച്ചു ആയാലും നമ്മുടെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പല ഷോപ്പുകളിൽ കയറുമ്പോൾ പല മോഡലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിൽ കിട്ടാറില്ല. അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഐഡിയയിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ട്രെൻഡിങ് ആയിട്ടുള്ള, പരമാവധി ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് ഇട്ട് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടി നമ്മൾ ഈ ഒരു ബ്രാൻഡ് ഇതാ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ നമ്മളിനി നിങ്ങൾക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളിലെ മോഡൽസ് എന്നെല്ലാം പറയുന്നത് നിങ്ങൾക്കറിയാലോ, 2 വില്ലന്മാരുണ്ടല്ലോ വീട്ടിൽ തന്നെ. അപ്പോൾ ഇവരെ വെച്ചിട്ടായിരിക്കും ഡ്രസ്സിൻ്റെ മോഡൽസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരിക. അതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ബാക്കിൽ തന്നെ വരും കേട്ടോ. അൻവീനെയും എച്ചുനെയും വെച്ചിട്ട് തന്നെ ആയിരിക്കും കൂടുതൽ മോഡൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഇറക്കും. ഇനി തകർക്കും നമ്മൾ അങ്ങോട്ടേക്ക്. ബാക്കി നിങ്ങളെ ഏകദേശം നമ്മളെപ്പോലത്തെ അച്ഛന്മാരെല്ലാം ഇല്ലേ, നമുക്കിടാൻ പറ്റാത്തതായിട്ടുള്ള സംഭവങ്ങളിൽ മക്കൾ ഇടിപ്പിക്കണം തോന്നുന്നത്. ഇനി അങ്ങനെയുള്ള അച്ഛന്മാർ വളർന്ന് വരട്ടെ, എന്നാലും നമുക്കിത് സക്സസ് ആകും. കാരണം നമ്മളിപ്പം പൊതുവേ നമ്മളെ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും ആഗ്രഹം ഉണ്ടായ കുറേ സംഭവങ്ങൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മക്കളിലേക്ക് ആകുന്ന പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ അച്ഛന്മാരും ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളെ ചുറ്റുവട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തതും. അപ്പോൾ നിങ്ങളെ ആ രീതിയിലുള്ള സപ്പോർട്ട് ഇനി ഉണ്ടാവണം. അപ്പോൾ എല്ലാ അച്ഛന്മാരും നല്ല അച്ഛന്മാരായിട്ട് മക്കൾക്ക് നല്ല നല്ല മോഡലുള്ള ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് സൈറോസ വഴി കേട്ടാ. നിങ്ങൾ മേടിക്കുന്നവർക്ക് അറിയാം. എന്നാലും നിങ്ങൾ എന്തായാലും മതി, അത്രയല്ലേ വേണ്ടു. ഇവക്കൊന്ന് വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഒന്ന് വേഗം കൊടുക്കില്ലെങ്കിൽ ഇനി അവരെയൊന്നും ഇങ്ങോട്ട് വിളിക്കാല്ലേ, ഇവർക്ക് കൊടുക്കും, ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാതെ വീഡിയോ കിട്ടണമെന്നാ പറഞ്ഞേ. അതൊക്കെ തെരി കിട്ടിയില്ല. മൂന്നോട്ടായി ഞങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് താടാ വാ വാ വാടാ മാറിയിരിക്കുന്നല്ലേ. ശരി അവിടെ എടുക്ക്, നീന്നൊക്കെ കൊടു. അത് ഒന്നിങ്ങോട്ട് വരുമോ പിള്ളേർ? നീ രേഷു വന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുത്തേ. വീഡിയോ ഓണം വ്ളോഗ്. എവിടെ ഇവനും ഓഫാക്കിയില്ല കൊടുത്തന്നെ ക്യാമറാമാൻ. നീ എവിടെ ഇവനും കിട്ടിയില്ല. തന്നില്ല, ഞാൻ കഴിക്കുന്നുണ്ടേ. അതേ ഉള്ളൂ, ബ്രാൻഡ് പോലെ തന്നെ. ഇവരാദ്യമേ പറഞ്ഞു നമുക്ക് സാരീൻ്റെ തുടങ്ങാം. അതാകുമ്പോൾ നമുക്ക് വിടാലോ, നമുക്കറിയാം അത് വിൽക്കാനുണ്ടാവില്ല, അത് വിരിക്കിടാനേ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വന്ന് ഇതാകുമ്പോൾ പിള്ളേർ പറഞ്ഞു പറ്റിക്കാലോ. നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ ആ ഒരു മൈക്ക് ഇനി ഇവരിക്കതാ മൈക്ക് അല്ല, നിങ്ങൾക്ക് കിഡ്സിൻ്റെ തുടങ്ങുന്നതിൽ വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് സാരി ചെയ്യാനും താല്പര്യം. അല്ല സാരി ഞാനും പറഞ്ഞു, നിങ്ങൾ സാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാരി വിൽക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തു. കാര്യം ചെറുതല്ല വലിയ. അപ്പോൾ അങ്ങനെയുള്ള നമുക്കെന്നാലും ഇടുന്ന ഏകദേശം ഇറങ്ങാല്ലേ ചെറിയൊരു അൻവീൻ്റെ ഒരു. ഇനി പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോ സൈറോസേൻ്റെ ഞാടിയും ഞരമ്പും ഇനി ഇവനിലേക്കാണ്. അപ്പോൾ ഇവനിപ്പോൾ ഉള്ള ജോലിയെല്ലാം ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് സൈറോസയിൽ തന്നെ ഇനി അങ്ങോട്ട് ഇതാക്കാനുള്ള പരിപാടിയാണ്. ഇതെല്ലാം നമ്മൾ സാധിക്കുന്ന കാര്യമാടാ. ഇതെല്ലാം നമ്മൾ അല്ലേ അങ്ങനെ തന്നെയല്ലേ ഇശലല്ലേ അല്ലല്ലേ? എല്ലാ സാധനം വരുന്നുണ്ട് കേട്ടോ. നമ്മള് സൈറോസേൻ്റെ പേജ് ഉണ്ട്. സൈറോസേൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ സെയിലും കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവൻ്റെ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം തന്നെ ഇതിൻ്റെ പുറകിൽ നമ്മുടെ അടുത്തുള്ള കുറച്ച് മോഡൽസും പിന്നെ അൻവീൻ്റെ ഇപ്പം നിങ്ങൾ കണ്ട നടത്തുന്നതല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ അതെല്ലാം വരാനും കിടക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് ഇവൻ പക്ക ക്യാമറ തന്നെ ഓണാക്കണം അല്ലേ മോനെ അല്ലേ? അപ്പോൾ അത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ വേഗം പോവുക എല്ലാവരും, സൈറോസ ടൈപ്പ് ചെയ്യുക. നമ്മളുമായിട്ട് നമ്മളെ ഐ ഡി നിങ്ങൾക്ക് അറിയായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് കൊളാവായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേഗം കണ്ടുപിടിച്ചെടുക്കുക. നമ്മളെ ബയോയിലും ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ അവർക്ക് കൊടുത്തില്ല കേട്ടോ. ഇത് നമുക്ക്
ഇനി വീഡിയോയിൽ എടുക്കുമ്പോൾ ആവശ്യം വരും, അതുകൊണ്ട് ബാക്കിൽ വെക്കാം. അങ്ങനെ നമ്മളെ വലിയൊരു ബ്രാൻഡ് നമ്മൾ അല്ലേ എല്ലാം കണ്ട നോക്കിയിട്ട് ആരും കണ്ടാൽ പറയാം ആ ഇരുത്തെല്ലാം കണ്ടാൽ ഇതിലും വലിയ ബ്രാൻഡിൻ്റെ ഓണറാന്ന് അല്ലേ. നോക്കിയിട്ട് ഇത്ര സിമ്പിളല്ലേ എന്നാന്നറിയില്ല, അത്ര ആ ഒരു അഹങ്കാരം ഇവർക്കില്ല, അതാണ് ഏറ്റവും വലിയ. ആരാനീനി അല്ലേ കേരളത്തിലെ കേട്ടാ, ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡിൻ്റെ ഓണേഴ്സ് സൈറോസിൻ്റെ ഓണേഴ്സായി നിങ്ങൾ അറിയോ. ബാക്കിൽ കണ്ട മുതലാളി ഇരിക്കുന്നത് എൻ്റെ സൈഡിലേക്ക് കണ്ട, അതാ എൻ്റെ മോനെ, ഏതാ മോനെ കുഞ്ഞു മുതലാളി. നിന്നെ ഇനി കൊച്ചു മുതലാളി എന്നറിയപ്പെടും, സൈറോസിൻ്റെ കൊച്ചു മുതലാളി. ആ ഇവിടെ ഇങ്ങനെ വെച്ചോ. ആ ഇപ്പം നീ ഇങ്ങനെ നിന്നോ, കുറേ കഴിഞ്ഞിട്ട് വലിയ ആളെല്ലാം ആയിട്ടാമോ പറയണ്ടേ. അന്ന് ഞാൻ ഒരു കൊച്ചു മുതലാളിനും ആച്ചി ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സൗണ്ട് കയറ്റിയതാട്ടാ അത് ഹാച്ചി ഹാച്ചി നമ്മുടെ സൈറോസിൻ്റെ ഒരു. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഇന്നലെ എത്തിന്. ഇത് ബാക്കി എടുക്കുന്നത് ഇന്നാണ്. നമ്മളെല്ലാം എങ്ങനെയാണ് കേട്ടോ 2-3 ദിവസം കൊണ്ടാണ് ഒറ്റ വ്ളോഗ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ വലിയൊരു ബ്രാൻഡിൻ്റെ അതന്നെയല്ലേ ഞാൻ പറഞ്ഞു, വലിയൊരു ബ്രാൻഡ്, വലിയ ബ്രാൻഡ്. ഇനി പറഞ്ഞുകൊണ്ട് കേട്ടോ വലിയ ബ്രാൻഡ്, ബാക്കി ഇനി അവർ വലുതാക്കിക്കോളൂ. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഡ്രസ്സ് മേടിക്കണേ. അല്ല ഇനി നാളെ തൊട്ട് ഇനി നിങ്ങൾ കടയിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ, മഴക്കാലത്തെല്ലാം കടയിലെല്ലാം പോയിട്ട് മേടിക്കാം. എത്ര എളുപ്പമാണ്. ഇൻസ്റ്റയിൽ കയറുക, സൈറോസയിൽ കയറുക, ഓ നല്ല കുപ്പായോ എപ്പോഴും ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒരു മെസ്സേജ് നമ്മൾ നമ്പർ അയച്ചു വാട്സപ്പ് നമ്പർ, അതിൻ്റെ അകത്തേക്ക് വിളിക്കുക. സിമ്പിള്. നാളെ തൊട്ട് എല്ലാവരും മേടിക്കണേ കുട്ടിയൊക്കെ അല്ലേ. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവരോടും ബൈ ബൈ.